നമ്മുടെ ഇന്ന് 310ാമത്തെ സെഷനാണ്. നമ്മള് മലയാളത്തിലെ 3ാമത്തേത് നമ്മൾ തുടങ്ങിയതിന്റെ. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടച്ച് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഓക്കെ. ഇനി നമ്മുടെ സെഷന് ഇവിടെ വന്നിരിക്കുന്നത് പ്രശസ്തനായിട്ടുള്ള കവിയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ അംഗമായ നമ്മുടെ തന്നെ മാധവൻ പുറച്ചേരി സർ ഉണ്ട്. അദ്ദേഹത്തിനെ ഞാൻ ക്ഷണിക്കാണ് സ്വാഗതം ചെയ്യാനും വേണ്ടിയിട്ട്. എൽദോ, എനിക്ക് തോന്നുന്നു സാറ് ജോയിൻ ചെയ്യുമ്പോ ഒന്ന് കോഹോസ്റ്റ് ആക്കണേ. എന്തോ നെറ്റിന് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് ലെഫ്റ്റ് ആവുന്നുണ്ട്. മാധവൻ പുറച്ചേരി സർ വീരൻകുട്ടി വന്നില്ലേ? വീരൻകുട്ടി വന്നിട്ടുണ്ടായിരുന്നു സാർ. എനിക്ക് തോന്നുന്നു നെറ്റിന് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് കട്ട് ആവുന്നുണ്ടായിരുന്നു. ഉണ്ട്. എൽദോ ഒന്ന് കോഹോസ്റ്റ് ആക്കോ സാറിനെ. ഇല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഹോമിയോ ഇന്റർനാഷണൽ ഫോറം, പ്രൊമോട്ടിംഗ് ഇന്റർനാഷണൽ ഫോറം നടത്തുന്ന ഈ പരിപാടി പല തരത്തിലുള്ള സമൂഹത്തിലെ പല നിലകളിലുള്ള വ്യക്തിത്വങ്ങളുടെ ഒരു സംഗമ ഭൂമി കൂടിയാണ്. ഇന്ന് നമുക്ക് നമ്മോടൊപ്പം മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുമായ വീരൻകുട്ടി മാഷാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്കറിയാം, ഈ ഹോമിയോ ഇന്നത്തെ നിലയിൽ ഹോമിയോ ചികിത്സയുടെ അതിൻ്റെ ഒരു ഭൂതകാലം എല്ലാവർക്കും അറിയാം. ഇപ്പൊ അച്ഛനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അക്കാലത്ത് ഡോക്ടർ ആനന്ദ്, ഒരു പേരേ എനിക്ക് ഓർമ്മയുള്ളൂ, നാട്ടില് വസൂരി, അതോടൊപ്പം തന്നെ അതിനുശേഷം കോളറ പടർന്നു പിടിച്ചൊരു സന്ദർഭത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ ഇങ്ങനെ വീടാന്തരം നടന്ന് ഈ ഹോമിയോ മരുന്ന് നൽകിയിട്ട് ഒരു നാടിനെ രക്ഷിച്ചെടുത്ത കഥകൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അച്ഛൻ നേരിട്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ആനന്ദിനെ പോലുള്ള ഒരു വലിയ കർമ്മയോഗി എന്ന് പറയാം. ഹോമിയോപ്പതിയെ ഞങ്ങളുടെ ഏരിയയിൽ പരിചയപ്പെടുത്തുന്നത് അച്ഛനോടൊപ്പം മറ്റ് 2-3 ഡോക്ടർമാരും കൂടി ഉണ്ടായിരുന്നു ഇങ്ങനെ ഗ്രാമാന്തരങ്ങളിൽ പ്രവർത്തിക്കാൻ. പക്ഷെ നിർഭാഗ്യവശാൽ അത്തരം പേരുകൾ പെട്ടെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ മാത്രം പറ്റിയില്ല എന്നത് വളരെ ഖേദത്തോടെ ഞാൻ പറയുകയാണ്. അങ്ങനെ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ജനകീയമായ, ഇപ്പം മഹാത്മാഗാന്ധിയെ പോലുള്ള വ്യക്തിത്വങ്ങൾ വരെ ഈ ഹോമിയോ അതിന്റെ ചെലവ് കുറഞ്ഞ ചികിത്സാ രീതി, ഫലപ്രാപ്തിയുള്ള ചികിത്സാ രീതി എന്ന രീതിയിൽ വളരെ പ്രസക്തമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രവീന്ദ്രനാഥ് ടാഗോർ. അങ്ങനെ ഒരു വലിയ പ്രബുദ്ധമായ ഒരു ജനത മുഴുവൻ തന്നെ അതിന് അത്തരം ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നിട്ടുണ്ട്. സമീപകാലത്ത് നമുക്കറിയാം, എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും നമുക്ക് ആവശ്യമാണ്. ഏതെങ്കിലും ഒരു ചികിത്സാ സമ്പ്രദായത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് അതൊന്നും ഒരിക്കലും കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. മഹാമാരിയുടെ ഒരു ഭീതിതമായ അന്തരീക്ഷമുണ്ട്. ഇപ്പൊ ഇന്ന് വീരാൻകുട്ടി മാഷേന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, ഈ തിങ്കളാഴ്ച എന്താ ഇത്ര തിരക്ക്, ബസ്സിൽ തിരക്ക്, ഒറ്റ നമ്പറുള്ള ബസ് എന്നുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും കയറിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ആളുകളെല്ലാം ഇങ്ങനെ മാളുകളിൽ സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നത്? ഇന്ന് മാത്രമാണ് തുറക്കുന്നത്, അതുകൊണ്ടാണ്. ഇങ്ങനെ പോയിട്ട് എന്താണ് ഈ മഹാമാരിയെ നേരിടുന്നതിന്റെ ഒരു സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാക്കുന്നില്ല. എന്ത് ശാസ്ത്രീയമായ യുക്തിയാണ് ഇതിന്റെ പിറകിലുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മാഷത് വിശദമായത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ കുറെ കൂടി മാനുഷികമായ തലത്തിൽ നിന്ന് നോക്കിക്കാണാനുള്ള ഒരു ശ്രമം ഇപ്പോഴുമില്ല. ഇതിന്റെ ഇടയിൽ ഞാൻ പലപ്പോഴും കേട്ട ഒരുപാട് 18 കോടി രൂപയുടെ മരുന്ന് ആ കുട്ടിക്ക്, അത് അങ്ങനെ നാട് മുഴുവൻ, ലോകം മുഴുവൻ ഒന്നിച്ചിട്ട് ആ പണം കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ 18 കോടി രൂപയ്ക്ക് ഒരു മരുന്ന് അത് എങ്ങനെയാണ് അനുവദിക്കപ്പെടുന്നത് എന്നത് ഭീകരമായ അവസ്ഥയാണ്. അങ്ങനെ അനുവദിക്കാൻ ലോകത്തെ രാജ്യങ്ങൾ നിന്നുകൊടുക്കാൻ പാടുണ്ടോ? പകരം അത്തരം അറിവുകളെ ജനകീയവൽക്കരിക്കാനുള്ള, അവർ തന്നെ പറഞ്ഞു, ധാരാളം പേർക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ മരുന്നിന് വില കുറക്കാൻ പറ്റുന്നുള്ളത്. അതാണ് ഒരു ലോകത്തിന്റെ സുസ്ഥിതി ആഗ്രഹിക്കുന്നവർ പറയേണ്ടത് എന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ നൈതികതയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങൾ തീർച്ചയായും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിലാണ് എല്ലാ ചികിത്സയും, ഇപ്പൊ ആയുർവേദമായാലും ഡോക്ടർ വാര്യറൊക്കെ ഈ അദ്ദേഹത്തൊക്കെ കോട്ടക്കൽ, അദ്ദേഹം 100 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ പലപ്പോഴും പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. 20,000 കോടി രൂപ നീക്കിവെക്കുമ്പോൾ സംസ്ഥാന ബഡ്ജറ്റിൽ 20 കോടി ഉറുപ്പിയാണ് ആയുഷ് വിഭാഗങ്ങൾക്ക് നീക്കിവെച്ചിട്ടുള്ളത് എന്ന് അറിയുമ്പോഴാണ് നാം എന്തൊരു അനാസ്ഥയാണ്
ചെലവ് കുറഞ്ഞ, കൂടുതൽ ഫലപ്രാപ്തിയുള്ള ഈ മഹാമാരി കാലത്ത് അത് വളരെ കൂടുതൽ ഫലം ചെയ്തിരുന്നുവെന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വളരെ വിപുലമായ, ജനകീയമായ, ഒരുപക്ഷെ ഹോമിയോ ഡോക്ടർമാര് ഉപരി ജനതയുടെ, ആ ചികിത്സ ഏറ്റുവാങ്ങിയ ജനതയുടെ അങ്ങനെയുള്ള ഈ ശരിക്കും പറഞ്ഞാൽ ആളുകൾ പറഞ്ഞ് ആണ് ഹോമിയോ ചികിത്സക്ക് ഇത്രയേറെ വേരുകളും പടർപ്പുകളും ഉണ്ടായിട്ടുള്ളത്. അത്തരമൊരു സന്ദർഭത്തിലും കൂടിയാണ് നാം ഇന്ന് നമ്മുടെ ഈ ഗൂഗിൾ സൂം മീറ്റിംഗിലേക്ക് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി, പ്രിയപ്പെട്ട സുഹൃത്തുമായ വീരാൻകുട്ടി മാഷ് എത്തുന്നത്. വീരാൻകുട്ടി മാഷെ വളരെ ഇഷ്ടത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഷയുടെ വാക്കുകൾ കേൾക്കുക എന്നതാണ് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്ടം എന്നുകൂടി പറഞ്ഞുകൊണ്ട് വളരെ ഇഷ്ടത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ സംസാരിക്കല്ലേ വേണ്ടത്? മതം പക്ഷേ തുടങ്ങാറായോ? തുടങ്ങാം സാറേ, തുടങ്ങാം. സന്തോഷം. എൻ്റെ പ്രിയ കവി സുഹൃത്തും എൻ്റെ ഞാനുമായി അടുത്ത് ബന്ധപ്പെടുന്ന അധ്യാപകൻ കൂടിയായ മാധവ മാഷ് പറശ്ശേരി ഹോമിയോപ്പതി ചികിത്സാരീതിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി രൂപീകൃതമായ അന്തർദേശീയ ഫോറത്തിന്റെ പ്രവർത്തകർ, അതിലെ ഡോക്ടർമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് വന്നു ചേരാനും ചില കാര്യങ്ങൾ സംസാരിക്കാനും കവിത ചൊല്ലാനും ഒക്കെ കിട്ടിയ ഈ അവസരത്തെ നന്ദിപൂർവ്വം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു. എനിക്ക് എന്താണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഈ ഹോമിയോപ്പതി നമുക്കറിയാം അനേകം ചികിത്സാ രീതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാരീതിയാണ്. ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ രോഗികൾ അല്ലെങ്കിൽ ആരോഗ്യം രംഗത്ത് സഹായം ആവശ്യമുള്ളവർ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു ചികിത്സാ രീതി കൂടിയാണത്. പണ്ടൊക്കെ ഹോമിയോ ഡിസ്പെൻസറികളിൽ അധികം രോഗികളൊന്നും ഇല്ലാതിരുന്ന കാലമുണ്ട്. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. അതുപോലെ എല്ലാ പട്ടണങ്ങളിലും ഹോമിയോ ആശുപത്രികളിലും ഹോമിയോ മരുന്ന് കിട്ടുന്ന സ്ഥലങ്ങൾ. പണ്ട് കാലത്ത് അങ്ങനെയൊന്നും എൻ്റെ ശ്രദ്ധയിലില്ല. ഹോമിയോ ഡോക്ടർമാർ അവരുടെ വീട്ടിൽ നിന്ന് മരുന്ന് കൊടുക്കുന്നതല്ലാതെ അതിനായിട്ടുള്ള മെഡിക്കൽ ഷോപ്പുകളും അധികം ഇന്നിപ്പോ എല്ലാ ചെറിയ പട്ടണങ്ങളിൽ പോലും ഉണ്ട്. അതിൻ്റെ അർത്ഥം ഈ ചികിത്സാ രീതിക്ക് ജനസമ്മതി കൂടുന്നു എന്നുള്ളതാണ്. ഞാൻ ഏതെങ്കിലും ഒരു ചികിത്സാ രീതിയുടെ വക്താവല്ല. നേരത്തെ മാധവ മാഷ് പറഞ്ഞതുപോലെ എല്ലാ ചികിത്സാ രീതിക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അനുഭവത്തിൽ എൻ്റെ 2 കുട്ടികളെ അവരുടെ ചികിത്സ 2 ഡോക്ടർമാരാണ് പ്രധാനമായിട്ട് അവരുടെ കുട്ടിക്കാലത്തെ രോഗങ്ങൾക്ക് ചികിത്സയുള്ളൂ. അലോപ്പതിയിലുള്ള ഡോക്ടർമാരുണ്ട്, ഇല്ലെന്നല്ല. അവർ എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ കൂടിയായിട്ടുള്ള മുരളി ഡോക്ടർ അടക്കമുള്ളവരെ പേരെൻ്റെ കുട്ടികളെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അധികവും ഞാൻ ആശ്രയിച്ചിട്ടുള്ളത് ഒരു ബിന്ദു ഡോക്ടറുണ്ട്. അവര് തൃശ്ശൂർക്കാരിയാണ്. ആയഞ്ചേരി ഡിസ്പെൻസറി ഉണ്ടായിരുന്ന ഹോമിയോ ഡോക്ടർ. അവരെയാണ് ഞാൻ നിരന്തരം കുട്ടികളെ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ഡോക്ടർ ഞാൻ കൂടി അദ്ദേഹത്തിന്റെ രോഗിയായിട്ട് എനിക്ക് സ്പോണ്ടിലോസിന്റെ അസുഖം വന്നിട്ട് മാറാതെ വിഷമ സമയത്ത് ഞാനും നിരന്തരം ആശ്രയിച്ചിട്ട് ഇരിക്കുന്ന, ഇപ്പൊ കുറച്ചു കാലമായിട്ട് ചികിത്സയില്ല. കണ്ണൂർ ജില്ലയിലുള്ള ആസീസ് ഡോക്ടറാണ്. നമുക്കറിയാം MN ജന്മാഷ്ടയും PT ഉഷയുടെ ഒക്കെ ചികിത്സകനായി പേര് നേടിയിട്ടുള്ള ഒരു അവധൂതനെ പോലെ ജീവിക്കുന്ന ആസീസ് ഡോക്ടർ. അപ്പോൾ അങ്ങനെ അനുഭവത്തിൽ എനിക്ക് ഈ ഹോമിയോപ്പതിയാണ് ഏതാണ്ട് കവിതയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണെന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ ശാസ്ത്രം എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണോ വേറൊരാളുമായിട്ട് വിനിമയം ചെയ്യാനോ അറിഞ്ഞുകൂട. പക്ഷേ അത് എന്താണ്, അതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാം. എൻ്റെ ജീവിതത്തിൽ ഗുണം കിട്ടിയ എത്രയോ സന്ദർഭങ്ങൾ. ഏതാണ്ട് കവിത പോലെയാണ്. കവിത എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ കവിത എഴുതുന്നുണ്ട്, കവിത പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അത് ആസ്വദിക്കും. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ സൂക്ഷ്മമായിട്ട് എല്ലാറ്റിൻ്റെ അടിസ്ഥാനവും ശാസ്ത്രം തന്നെയാണ്, സംശയമൊന്നുമില്ല.
ശാസ്ത്രീയമായ അടിത്തറ ഉള്ളതിന് മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നും നമുക്കറിയാം. ശാസ്ത്രീയത തന്നെയായിരിക്കും എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. പക്ഷെ അത് അതിൻ്റെ ആത്യന്തികമായ സത്യം എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രക്രിയകൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഏത് ചികിത്സാ രീതിയായാലും പൊതുജനത്തിന് ഉള്ള അറിവ് വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമായിട്ടുള്ള ബന്ധമാണ് എനിക്ക് ഗവൺമെന്റ് അതേസ്ഥാനം. അതുപോലെ തന്നെ ഇപ്പൊ എൻ്റെ സുഹൃത്തുക്കൾ അധികവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലോപ്പതി ഡോക്ടർമാരാണ്. എൻ്റെ 2 കുട്ടികൾ അലോപ്പതി ഡോക്ടർ വിഭാഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പറയുന്ന ഹോമിയോപ്പതി ചികിത്സയുടെ ഗുണഫലം അത് ജീവിതത്തിൽ പലപ്പോഴായിട്ട് നേരിട്ട് അറിയുകയും അതിന് സാക്ഷ്യം വഹിക്കുകയും ഒക്കെ ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ അതിനൊരു ഇടമുണ്ട് എന്ന് പറയാനാണ്, ആമുഖമായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും അതുകൊണ്ട് അത് മറ്റുള്ള ചികിത്സാ രീതിയുമായിട്ട് അല്ലെങ്കിൽ അതിനെ താരതമ്യം ചെയ്യാനോ, അല്ലെങ്കിൽ ഇന്നതാണ് ഏറ്റവും കൂടുതൽ മെച്ചം, ഇന്നതാണ് കൂടുതൽ നല്ലതെന്നൊന്നും പറയാനുള്ള ഒരു ജ്ഞാനം എനിക്ക് അക്കാര്യത്തിലില്ല. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഈ രോഗം, അത് രോഗാവസ്ഥ, കവിത, പ്രവർത്തനങ്ങൾ, ഇവ തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് അല്പനേരം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമേരിക്കയിലെ പ്രഖ്യാതയായിട്ടുള്ള കവി ആനി സെക്ടൺ എന്ന് പറയുന്ന കൺഫെഷണൽ പോയട്രിയുടെ ഒരുപക്ഷെ സിൽവിയ പ്ലാത്തിനെ പോലെയൊക്കെ പ്രഖ്യാതയായിട്ടുള്ള കവി, അവര് 1973 മരിക്കുന്നത്, തൻ്റെ 46ാമത്തെ വയസ്സിൽ. അപ്പൊ അവരുടെ ചെറുപ്പകാലം വളരെ ദുഃഖപൂർണമായിരുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർക്ക്. ഉന്മാദം ബാധിച്ചിരുന്നു, അപസ്മാരം ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു, വിഷാദത്തിനടിമായിരുന്നു. ഇതെല്ലാത്തിനും ഉപരിയായിട്ട് അവർക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടായിരുന്നു. ഒരു കല്യാണം കഴിക്കുന്നുണ്ട്, കല്യാണം കഴിച്ചതിന് ശേഷം അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഉണ്ടാവുന്നുണ്ട്. ഈ വഹിക്കുന്ന കാലത്ത്, ഗർഭകാലത്ത് അവർക്ക് ഈ വിഷാദരോഗം മൂർച്ഛിക്കുകയും അതിന് പലതരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു കൗമാര യൗവന കാലം. ഒരു ന്യൂറോ സൈക്യാട്രിയുടെ ചികിത്സയ്ക്കായിട്ട് ഒരു സാനിറ്റോറിയത്തിൽ എത്തിക്കുന്നു. അപ്പൊ അവിടെ വെച്ച് ഹിപ്നോട്ടിസം എന്ന ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ട് അവരുടെ ബാല്യകാല അനുഭവങ്ങളൊക്കെ ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് വളരെ പീഡിതമായ ഒരു ബാല്യകാലമാണ് ഉണ്ടായിരുന്നതെന്നും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട പല അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നും അച്ഛനും അമ്മയും പോലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പല ദുരനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രഹസ്യങ്ങൾ അപ്പോഴാണ് വിളിച്ചിട്ട് തരുന്നത്. അപ്പൊ അവിടെ വെച്ച് അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ അവരോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം എഴുതിക്കൂടാ, ഈ അനുഭവങ്ങൾ എഴുതിക്കൂടാ? അതൊരു പക്ഷേ താങ്കൾക്ക് ആശ്വാസം കിട്ടാൻ കാരണമായേക്കും. അങ്ങനെയാണ് ആനി സെക്ടൺ തൻ്റെ ആദ്യത്തെ കവിത എഴുതുന്നത് സാനിറ്റോറിയത്തിൽ. പിന്നെ കുറെ കവിത എഴുതുന്നു. ബോസ്റ്റണിലൊക്കെയുള്ള മറ്റു കവികളുമായിട്ട് അവർക്ക് ഒരു കണക്ടിവിറ്റി ഉണ്ടാവുന്നു. പിൽക്കാലത്ത് നമ്മൾ അറിയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച കവികളിൽ ഒരാളായിട്ടാണ് ആനി സെക്ടൺ. 46 വയസ്സ് വരെ അവർ ജീവിച്ചിരുന്നത്. ഒരുപക്ഷെ അതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ ആത്മഹത്യ ചെയ്യുമായിരുന്ന ഒരു സ്ത്രീയാണ്. 46ാമത്തെ വയസ്സിൽ പക്ഷെ ആ പ്രേരണയെ മറികടക്കാൻ അവർക്ക് സാധിച്ചില്ല. സ്വന്തം കാർ ഗാരേജ് പുറത്തുനിന്ന് അടച്ചിട്ട്, അകത്തുനിന്ന് അടച്ചിട്ട് കാറിനുള്ളിൽ കയറി, ആ ഗ്യാരേജിനുള്ളിൽ കയറിയിട്ട് കാറ് തുടർച്ചയായി പ്രവർത്തിപ്പിച്ച് കാർബൺ മോണോക്സൈഡ് ഉൽപ്പാദിപ്പിച്ച് അതിൽ ശ്വാസം മുട്ടി സ്വയം മരിക്കുകയാണ് അവരുണ്ടായത്. അങ്ങനെയാണ് അവർ ആത്മഹത്യ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത്രയും കാലം അവർ ജീവിച്ചത് കവിതയാണ് എന്ന് മാത്രമല്ല, ഒരു രോഗിയായി ഒടുങ്ങിപ്പോകുമായിരുന്ന ജീവിതത്തിൽ നിന്ന് സാറിന് നെറ്റ്വർക്ക് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു.
സാറേ നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഞാൻ ഔട്ടായി, പിന്നെ തിരിച്ചു വന്നു. ശബ്ദം audible ആണോ? ആ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ആ പറയാം. അപ്പൊ ഞാനാണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ. സൗണ്ട് ബ്രേക്ക് ആവണു സാറേ, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ സർ. അൺമ്യൂട്ട് ചെയ്തിട്ടില്ലേ? അൺമ്യൂട്ട്. സോറി സാറ് അല്ല സാർ കോഹോസ്റ്റ് ആണ്, സാറിനപ്പം തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്ലിയർ ആണ് സാർ, സംസാരിച്ചോളൂ. ഓക്കെ. അപ്പോ അരുന്ധതി റോയിയുടെ രണ്ടാമത്തെ നോവൽ, ഒടുവിലത്തെ നോവൽ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, ആ നോവലില് അതിലെ ട്രാൻസ്ജെൻഡർ കഥാപാത്രമായിട്ടുള്ള അഞ്ജുമിന്റെ ഉപ്പ ഒരു ഡോക്ടറാണ്, ഒരു വൈദ്യരാണ്. മുലാഖാത്ത് അലി എന്നാണ് അവരുടെ പേര്. അദ്ദേഹത്തിന്റെ ചികിത്സാ രീതിയിലൊരു സവിശേഷതയുണ്ട്. ഒരു പാരമ്പര്യ ചികിത്സാ രീതിയാണ്. അതിൽ അദ്ദേഹം വരുന്ന രോഗികൾക്കെല്ലാം രണ്ടുപേര് കവിത എഴുതി കൊടുക്കും. അത് സൂർദാസിന്റെയോ കബീർദാസിന്റെയോ ദോഹയിൽ നിന്നൊക്കെ എടുത്ത വരികളായിരുന്നു. ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഡോക്ടർ എന്തിനാണ് ഇങ്ങനെ വരുന്ന രോഗികൾക്കെല്ലാം രണ്ടുപേര് കവിത എഴുതി കൊടുക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നൊരു ഉത്തരം, ഞാൻ കവിതയല്ലല്ലോ കൊടുക്കുന്നത്, മരുന്നല്ലേ എന്നാണ്. അതുകൊണ്ട് ഈ മരുന്ന് ആയാലും ചികിത്സാ രീതി ആയാലും ഡോക്ടറുടെ സമീപനമായാലും അതിനൊരു മെഡിസിനൽ വാല്യൂ, അതിന് ഒരു തരത്തിലുള്ള ഒരു ചികിത്സാ മൂല്യം എന്ന് പറയാം, അതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കൊരു കഥ ഓർമ്മ വരികയാണ്, ഒരു പഞ്ചാബി നാടോടി കഥ. ഒരു രാജാവിന്റെ മകൾ ഇങ്ങനെ തടിച്ചു വരാൻ തുടങ്ങി, തടിച്ചു വരികയാണ്. അപ്പം അതിന് കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ എല്ലാ ഡോക്ടർമാരെയും വരുത്തുന്നു, അവർക്കൊന്നും കാരണം പറയാൻ പറ്റുന്നില്ല. അവരെയൊക്കെ രാജാവ് വധിക്കുന്നു. പുതിയ ആളുകളെ വരുത്തുന്നു, അവർക്കും കാരണമൊന്നും പറയാൻ പറ്റുന്നില്ല, അവരെയും വധിക്കുന്നു. മകളാണെങ്കിൽ ഇങ്ങനെ തടിച്ചു വരികയാണ്. അങ്ങനെ ഏതാണ്ട് ഡോക്ടർമാരൊക്കെ കഴിഞ്ഞു. അപ്പൊ ആ സമയത്താണ് ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകുന്ന ഒരു വൈദ്യനെ ഈ ഭടന്മാരെല്ലാം കൂടി പിടിച്ചുകൊണ്ടുവന്ന് കൊട്ടാരത്തിലെത്തി. അപ്പം ഇദ്ദേഹത്തോട് പറഞ്ഞു, ഈ മകളുടെ രോഗം എന്താണെന്ന്, മകൾക്ക് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, അതിന്റെ രോഗകാരണം എന്താണെന്ന് പറയണം. രോഗമാണോ, രോഗകാരണം എന്താണെന്ന് പറയണം. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി, രോഗം പറഞ്ഞാലും രോഗം എന്താണെന്ന് പറയാൻ ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഇല്ലാത്ത രോഗം പറയാൻ വയ്യ, അതിന് പിന്നെ ശിക്ഷയുണ്ടാകും. രോഗമില്ല എന്ന് പറഞ്ഞാലും തന്റെ തല പോകും. അപ്പൊ അദ്ദേഹം ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്ക് രാജാവിനോട് ഒരു സങ്കടമാണ് പറയാനുള്ളത് എന്ന് പറയും. അപ്പൊ എന്താണ് സങ്കടം എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറയും, താങ്കളുടെ മകൾക്ക് ഇനി ഒരു 40 ദിവസത്തെ ആയുസ് കൂടി മാത്രമേ ഉള്ളൂ. അതോടുകൂടി രാജാവ് വളരെ ക്ഷുഭിതനായി അദ്ദേഹം ഭടന്മാരോട് ഇദ്ദേഹത്തെ പിടിച്ച് തുറുങ്കിലിടാൻ പറഞ്ഞു. താൻ പറഞ്ഞ സത്യമാണെന്ന് അറിയണമല്ലോ, അത് താൻ പറഞ്ഞ സത്യം അല്ലെങ്കിൽ തന്നെ വധിക്കും എന്ന് പറഞ്ഞിട്ട് തുറുങ്കിലിട്ടു. അങ്ങനെ ഈ വിവരം രാജകുമാരി അറിഞ്ഞു. രാജാവിന് പിന്നീട് മകളുടെ അടുത്തേക്ക് പോകാനേ മനസ്സ് വന്നില്ല. കുറെ ദിവസമായിട്ട് രാജകുമാരിയെ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 40ാമത്തെ ദിവസം എത്തി. പക്ഷെ രാജകുമാരി മരിച്ചില്ല. അപ്പോ ഈ വൈദ്യൻ പറഞ്ഞ നോണയാണല്ലോ. അപ്പൊ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജാവ് പുറത്തിറക്കി കൊണ്ടുവന്നിട്ട് ശിക്ഷ കൊടുക്കാൻ പോവാണ്. അപ്പൊ ഈ വൈദ്യര് പറഞ്ഞു, ശരി, ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്, അങ്ങനെ വധിച്ചോളൂ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് രാജകുമാരി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. രാജാവ് കണ്ടിട്ട് കുറെ ദിവസമായി. അപ്പോ രാജകുമാരിയെ കൊണ്ടുവന്നപ്പോഴേക്കും രാജകുമാരിയുടെ തടിയെല്ലാം പോയിട്ട് മെലിഞ്ഞ് സുന്ദരിയായിട്ട് മാറിയിരിക്കുന്നു. അപ്പോ വൈദ്യം പറഞ്ഞു, ഇതായിരുന്നു എൻ്റെ ചികിത്സ. മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും
പിന്നീട് വേണ്ട പോലെ ഭക്ഷണം കഴിക്കില്ല, മനസ്സൊക്കെ വളരെ ക്ഷീണിതാവസ്ഥയിലായിരിക്കും. അപ്പൊ പിന്നെ തടിയെല്ലാം കുറഞ്ഞ് അപ്പൊ അങ്ങനെയാണ് ആ ശിക്ഷ. മാത്രമല്ല, എന്നിട്ട് രാജാവ് മകളെ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്തു എന്നാണ് കഥ അവസാനിക്കുന്നത്. എല്ലാ കഥകളിലും അങ്ങനെയാണല്ലോ. അവസാനം രാജാവ് മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയും രാജ്യത്തിന്റെ പകുതി കൊടുക്കുകയും ചെയ്തുകൊണ്ടാണല്ലോ എല്ലാ നാടോടി കഥകളും രാജാവിന്റെ കഥകളൊക്കെ അവസാനിക്കുന്നത്. പക്ഷെ എനിക്ക് ഈ കഥയിൽ രസമായിട്ട് തോന്നിയൊരു കാര്യം ഇതാണ്, വാക്കുകൊണ്ടാണ് അയാൾ ചികിത്സിക്കുന്നത്. വളരെ വളരെ സാഹസികമായ വാക്കുപയോഗിച്ചിട്ടാണ്, ജീവിതം തന്നെ പണയപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ ചികിത്സിക്കുന്നത്. അപ്പൊ ചികിത്സ എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് രോഗിയുടെ ഒരു ഡോക്ടറുടെ ഒരു സ്പർശം, അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു വാക്ക്, ഡോക്ടറുടെ ഒരു നോട്ടം, ഇതൊക്കെ ചികിത്സയുടെ മരുന്നുകളായിട്ട് തന്നെയാണ് വരുന്നത്. അക്കൂട്ടത്തിലാണ് ഞാൻ പറയുന്നത് എഴുത്തിനും അല്ലെങ്കിൽ സാഹിത്യത്തിനും വലിയ പങ്കുണ്ട് എന്ന്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ രോഗകാലത്താണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പം കോവിഡ് വന്നതിന് ശേഷം ഈ ഏകാന്തതയും നമ്മുടെ വിഷാദവും ഒക്കെ, ഈ ഒറ്റപ്പെടലൊക്കെ മറികടക്കാൻ വേണ്ടി പുസ്തകങ്ങളെ തന്നെയാണ് നമ്മൾ ആശ്രയിച്ചത്, കവിതയൊക്കെ തന്നെയാണ് നമ്മൾ ആശ്രയിച്ചത്. അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം വലുതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രോഗം എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യക്ഷത്തിൽ നമ്മൾ ശരീരത്തിന് കാണുന്ന ചില വ്യതിയാനങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന പിന്നെ വളർച്ചയെ സംബന്ധിച്ചോ അല്ലെ അവയവങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചൊക്കെ ഉള്ള ചില വ്യതിയാനങ്ങളാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ രോഗമായിട്ട് പറയാൻ സാധിക്കുക. പക്ഷെ അത് തന്നെയും നമ്മൾ പറയുന്നത് 10-60% രോഗങ്ങളും രോഗമില്ലാത്തതാണ്, ഇല്ലാത്ത രോഗമാണ് എന്നൊക്കെ പറയാറുണ്ട്, മനസ്സിൽ തോന്നുന്നതാണെന്നൊക്കെ പറയാറുണ്ട് സ്വാഭാവികമായിട്ടും. മനസ്സിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സ, അല്ലെങ്കിൽ മനസ്സിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ചികിത്സയാണെന്ന് തോന്നുന്നു യഥാർത്ഥത്തിലുള്ള വിജയിക്കുന്ന ചികിത്സ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഈ മനസ്സിനെ ആര് ചികിത്സിക്കും? അവിടെയാണ് ഈ അക്ഷരങ്ങളുടെയും കവിതയുടെയൊക്കെ പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ മനസ്സ് വളരെ ബാലൻസ്ഡ് ആയിട്ട് തീരുകയാണെങ്കിൽ, ഒരാൾ വൈകാരികമായിട്ട് നല്ല ഉത്ഗ്രഥിക്കപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ, അയാളുടെ ഉള്ളിലുള്ള ഭാവനയായാലും കൽപ്പനകളായാലും അതിലൊരു തരത്തിലുള്ള പക്വതയോ ഉത്ഗ്രഥനമോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരാളെ, ആ വ്യക്തിത്വമാണ് നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ തൊലിപ്പുറത്ത് കാണുന്ന അസുഖം അല്ലെങ്കിൽ പനി, ഇതൊന്നും അല്ല. അസുഖം എന്ന് പറയുന്നത് ആ സമഗ്ര വ്യക്തിത്വത്തെ നിർമ്മിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വൈകാരികവും സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചികിത്സയായിട്ട് വേണം എടുക്കാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കവിതയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കവിത ഉപയോഗിച്ച് ഇപ്പം മ്യൂസിക് തെറാപ്പി പോലെ തന്നെ പല രാജ്യങ്ങളിലും പോയട്രി തെറാപ്പി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോയട്രി ഉപയോഗിച്ചുള്ള ചികിത്സകൾ, അതായത് കവിത വായിപ്പിക്കുക. അങ്ങനെ വായിക്കുമ്പം ചില തരത്തിലുള്ള ചില ധാരണകൾ പരിഹരിക്കപ്പെടും, ചില ഇല്യൂഷൻസ് നിന്ന് അവർ മോചിതരാകും, ചില തരത്തിലുള്ള ഇൻബാലൻസ് അത് കറക്റ്റ് ചെയ്യപ്പെടും. ഈ തരത്തിലുള്ള ചികിത്സ. അതുപോലെ കവിത എഴുതിക്കുക. അപ്പൊ നേരെ ആനി സെക്ടറെ കൊണ്ട് ചെയ്യിച്ചതുപോലെ സ്വയം എഴുതി ആവിഷ്കരിക്കുന്നതിലൂടെ കിട്ടുന്ന മാനസികമായിട്ടുള്ള ഒരു നിറവ്, മാനസികമായി കിട്ടുന്ന ഒരു ഫ്രീഡം, ഒരുതരം ആത്മവിമോചനത്തിൻ്റെതായിട്ടുള്ള ഒരു അംശം, അത് അവരിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും മനസ്സിനെ സുസ്ഥിതിയിലേക്കും സ്വസ്ഥതയിലേക്കും കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ള തരത്തിലുള്ള ശ്രമങ്ങൾ ഇന്ന് പലയിടത്തും നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കവിത ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനൊക്കെ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് കവിതയിൽ നിന്നാണ്, അതുവരെ നമ്മൾ ഇപ്പൊ സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത്, ചെറിയ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വെറും ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഏതോ ഒരു ജന്തുവിന്റെ കുഞ്ഞു പോലെ തന്നെയാണ് നമ്മളും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, കുറച്ച് കളിക്കുന്നു, സ്കൂളിലൊക്കെ പോയിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ട്. അതൊന്നും ഇഷ്ടപ്പെട്ടൊന്നും ചെയ്യുന്നതായിരിക്കില്ല. ഒരു തത്തക്കുഞ്ഞിനെ പോലെയോ പൂച്ചക്കുഞ്ഞിനെ പോലെയൊക്കെ തന്നെയാണ് നമ്മൾ വളരുന്നത്. അതിനാവശ്യമുള്ള ഭാഷയും ആണ് നമുക്ക് അക്കാലത്ത് കിട്ടുന്നത്. അല്ലാതെ നമ്മൾ സാഹിത്യ ഭാഷയിൽ സംസാരിക്കുകയോ അത്തരത്തിലുള്ള ഭാവനാത്മകമായിട്ടുള്ള ഭാഷയിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് അന്ന് ആവശ്യമുള്ള ഭാഷ, അതാണ് നമ്മൾ അന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്, വീട്ടിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും ഒക്കെ. അത് കുറച്ചുകൂടി നമുക്ക് ചേർന്ന ഭാഷയിലേക്ക് മാറിയിട്ടുണ്ടാകുന്നു. അതിന് കുറച്ചൊരു ജീവൻ ഉണ്ടാവും ആ ഭാഷയ്ക്ക്, സത്യമാണ്. ചന്ദ്രൻ എന്ന് പറയുന്നതിന് പകരം അമ്പിളി മാമൻ എന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ച് ജീവൻ കൊടുക്കുകയും നമ്മളുമായിട്ട് ഇണക്കി ചേർക്കുകയും ചെയ്യുന്ന ഒരു ഭാഷാന്തരീക്ഷം അവിടെയുണ്ട്. അതിനപ്പുറം ഇതിൽ വലിയ ഭാവനകൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു വ്യവഹാരമാണ് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് നമ്മൾ മലയാളം കവിത പഠിപ്പിക്കുമ്പം പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന അശോകം. അപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മരങ്ങൾ പൂവിട്ട് ഒരു കാട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക. പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന അശോകം, പൂക്കുന്നു കാട് അന്തിമേഘങ്ങൾ പോലെ എന്ന് പറയുന്നിടത്ത് ആശാന്റെ വരികളാണ്.
പൂക്കുന്നു കാട് അന്തിമേഘങ്ങൾ പോലെ എന്ന് പറയുമ്പോഴേക്കും കാട് കണ്ടിട്ടില്ലാത്ത ആ കുട്ടി, അന്തിമേഘം നമ്മൾ കാണുന്നുണ്ട്, വൈകുന്നേരത്തെ മേഘം ചുവന്ന് ചായം തേച്ചതുപോലെയുള്ള മേഘം. ഈ മേഘം പോലെ പൂത്തു നിൽക്കുന്ന ഒരു കാട് എന്നൊരു കവിതയിൽ പറയപ്പെടുന്നത് കൂടി ഞാൻ സഞ്ചരിച്ച ദൂരങ്ങൾ, ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു ഉൾക്കാട്ടിൽ പോയി അനുഭവിച്ചതിൻ്റെ ഒരു സാക്ഷ്യം. ഇതാണ് കവിത നമുക്ക് നൽകുന്ന ഒരു ദൃശ്യത്തിൻ്റെതായിട്ടുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു വിസ്മയം. ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് സൗദകുമാരി ടീച്ചർ നമ്മുടെ ഈ കോവിഡ് കാലത്ത് നമ്മൾ വിട്ടുപോയി. ടീച്ചർ മാത്രമല്ല, എസ് രമേശൻ നായർ, ഗാനരചയിതാവായിരുന്ന പൂവച്ചൽ ഖാദർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹിന്ദി കവി മംഗളേഷ് ദബ്രാൽ, അങ്ങനെ ഒരുപാട് കവികളും എഴുത്തുകാരും നമ്മൾ ഈ കാലത്ത് നമ്മൾ വിട്ടുപോയി. അവരെയൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഇപ്പൊ സൗദകുമാരി ടീച്ചറെ കവിത പഠിക്കാറുണ്ട്, പാവം മാനവ ഹൃദയം. അങ്ങനെ പഠിച്ചു പോവാണ്, ഓരോ വരി ഇങ്ങനെ മനസ്സിലാക്കി പോവാണ്. ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മൾ ആകെ അത്ഭുത സ്തബ്ധരായിട്ട് നിൽക്കുക. ഏതാ വരി? ഒരു താരകയെ കണ്ടാൽ അത് രാവു മറക്കും, പുതുമഴ കാണുക വരൾച്ച മറക്കും, ഒരു പാൽച്ചിരി കണ്ടത് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും പാവം മാനവ ഹൃദയം. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മളൊന്ന് ഒരു നടുക്കം ഉണ്ടാവും. നടുക്കം എന്ന് പറയുന്നത് ഞെട്ടലല്ല, ഒരു വിസ്മയം ഉണ്ടാകുന്നു. ഞാനിതാ പറയപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഉള്ളിലുള്ള പാവത്വം, ഞാൻ കണ്ട മനുഷ്യരിലെല്ലാം ഉള്ള പാവത്വം, ആ മനുഷ്യ ഹൃദയത്തിൻ്റെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള അവസ്ഥയെ ശാശ്വതമായിട്ട് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ഒരു വിസ്മയം നമ്മൾ ഉണ്ടാകുന്നു. ഒരു നക്ഷത്രത്തെ കാണുമ്പോൾ രാത്രിയെ മറന്നു പോകുന്ന, ഒരു പുതുമഴ കാണുമ്പോൾ ഇതുവരെ വരൾച്ചയായിരുന്നു എന്ന് മറന്നു പോകുന്ന, ഒരു കുഞ്ഞിന്റെ ചിരി കാണുമ്പോൾ ലോകത്ത് മരണം എന്നൊരവസ്ഥയുണ്ട് എന്ന് മറന്നു പോകുന്ന മനുഷ്യഹൃദയം, അതെത്ര പാവമാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ ഭാഷയിലൂടെ ഒരു മറുലോകം സൃഷ്ടിക്കുക സാധ്യമാണ്. ആ മറുലോകം നമ്മൾ കണ്ടിട്ടുള്ള ലോകമല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലോകമാണ്, നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ലോകമാണ്. ഇങ്ങനെ ഒരു സ്വപ്ന ലോകത്തെ സൃഷ്ടിക്കുകയും ആ ലോകത്ത് പോയി താമസിക്കുകയും അതിൽ സ്വസ്തി അടയുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിന്റെ പേരായിരുന്നു എനിക്ക് കാവ്യാസ്വാദനം എന്നുള്ളത്. അക്കിത്തത്തിന്റെ പണ്ടത്തെ മേശാന്തി വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ആ കവിതയില് കവി തന്നെയാണ് അതിലെ മേശാന്തി ആയിട്ടുള്ള ചെറുപ്പക്കാരൻ ആയിട്ട് വരുന്നത്. അദ്ദേഹം നാട്ടിലെ ഒരു അമ്പലത്തിൽ ശാന്തിപ്പണിക്ക് നിൽക്കുന്നു, അവിടെ ഉത്സവം വരുന്നു. അപ്പൊ അവിടെ കുട്ടികൾ വരികയാണ്, ആനപ്പുറത്ത് കയറണം, ഉത്സവത്തിന് കൊണ്ടുവന്ന് എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്ന് ആനപ്പുറത്ത് അവർക്ക് കയറണം. ഓരോരുത്തരും ഒരാളിങ്ങനെ എനിക്ക് ആനപ്പുറത്ത് കയറ്റണം എന്നൊക്കെ പറയുന്നത് മേശാന്തിയോടാണ്. കാരണം അവർ വിചാരിച്ചത് ഈ അമ്പലത്തിന്റെ മുഴുവൻ ഉടമസ്ഥനും ഇദ്ദേഹമാണ്, ഈ ആനകളുടെയൊക്കെ കാര്യകർത്താവ് ഇദ്ദേഹമാണ്, ഉത്സവത്തിന്റെ നടത്തിപ്പുകാരനൊക്കെ ഇദ്ദേഹമാണ്. അപ്പൊ ഇദ്ദേഹത്തോട് പറഞ്ഞാൽ നടക്കും. അപ്പൊ എന്നെ ആനപ്പുറത്ത് കയറ്റണം എന്ന് ഒരാൾ പറയുന്നു, എന്നെയും 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 എന്ന് എല്ലാവരും പറയുന്നു. ഈ ധർമ്മസങ്കടത്തില് ഈ ശാന്തിക്കാരൻ പറയാണ്, ഈ യുവാവ് പറയാണ്, എൻ്റെ ഈ കൊമ്പനാനകൾ, എൻ്റെ ഈ മഹാക്ഷേത്രവും മക്കളെ. ഈ കൊമ്പനാനകൾ എൻ്റേതല്ല, ഈ മഹാക്ഷേത്രവും എൻ്റേതല്ല. ആ ഉത്സവത്തിന്റെ സന്ദർഭത്തിൽ അത് ഒരു അർത്ഥത്തെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതിനപ്പുറം ഈ കവിത എന്നിൽ പ്രവർത്തിച്ചത്, അത് അന്നത്തെ യുവത്വം എന്ന് പറയുന്നത് ത്രസിച്ച് നടക്കുകയാണ്. ലോകം മുഴുവൻ തൻ്റേതാണെന്നും അതിനെയൊക്കെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നുവെന്നും ലോകത്തിന്റെ ഉടമസ്ഥനാണ് താനെന്നൊക്കെയുള്ള ഒരു ധാരണയിൽ ശാസ്ത്രബോധം കൊണ്ട് ആ ബോധം കുറച്ചുകൂടി സ്ഥായിയായി തീർന്ന ഒരു ഘട്ടത്തിൽ ഈ അവകാശത്തെ കൈയൊഴിയാൻ പ്രേരിപ്പിക്കുന്ന ഒരു അശരീരിയായിട്ട് ആ വരി വരികയാണ്. എൻ്റെ അല്ല ഈ കൊമ്പനാനകൾ, ഈ അലങ്കരിക്കപ്പെട്ടതൊന്നും എൻ്റേതല്ല, ഈ വലിയ എഴുന്നള്ളിക്കുന്ന ഈ രൂപങ്ങളൊന്നും എൻ്റേതല്ല, ഈ മനുഷ്യൻ അങ്ങനെ ഏതെങ്കിലും ഒന്നിന്റെ ഉടമസ്ഥാവകാശം ഇല്ല എന്ന് അന്ന് വരെയുള്ള മനുഷ്യന്റെ സ്വാർത്ഥതയുടെ അഹംബോധത്തിന്റെ ആ ഉടമാവകാശങ്ങളെ മുഴുവൻ റദ്ദ് ചെയ്യുന്ന ഒരു വരിയായിട്ട് അത് മാറുന്നു. അങ്ങനെ മാറുക മാത്രമല്ല, മഹാക്ഷേത്രം എന്ന വാക്ക് അമ്പലം എന്ന ക്ഷേത്രം എന്ന വാക്കിൽ നിന്ന് പോയിട്ട് ഭൂമി എന്ന മഹാക്ഷേത്രമായി, അല്ലെങ്കിൽ വിശ്വം പ്രപഞ്ചം എന്നൊക്കെ പറയാവുന്ന മഹാക്ഷേത്രമായിട്ട് അത് വികസിക്കുകയും
ഒരുപക്ഷെ കവിത കൊണ്ട് മാത്രം നിർവഹിക്കാൻ പറ്റുന്ന ഒരു ഉച്ചാടനത്തിന് അന്നത്തെ എൻ്റെ മനസ്സ് വിധേയമാവുകയും ചെയ്യാണ്. ഈ ഉച്ചാടനം എന്ന് പറയുന്നത്, ഈ ബാധയൊഴിപ്പിക്കൽ എന്ന് പറയുന്നത്, അതും ഒരുതരം ചികിത്സയായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ മനസ്സിലെ ബാധകൾ ഒഴിപ്പിക്കുക. അത് അന്ധവിശ്വാസത്തിന്റെ ബാധയാകാം, അത് വികലമായ ധാരണകളുടെ ബാധയാകാം, അതിന് മനസ്സിന്റെ വലിപ്പക്കുറവാകാം. ഇങ്ങനെ പലതരത്തിലുള്ള കുറവുകളെ പരിഹരിക്കുന്ന ഒന്നായിട്ട് കവിത മാറുന്നു. അവിടുന്ന് ഇങ്ങോട്ട് എൻ്റെ വായനയുടെ ഒരു 50 ആണ്ടിന്റെ ചരിത്രത്തിൽ എനിക്ക് ഏറ്റവും പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്ക്, കവിതയിൽ നിന്ന് അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്ക് സ്വസ്ഥത എന്ന വാക്കാണ്. ഈ സ്വസ്ഥത എന്ന വാക്കും ചികിത്സയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. എല്ലാവരും അതാ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത്? രോഗം മാറാനാണ്. രോഗം മാറാനാണ് എന്ന് പറയുമ്പോൾ രോഗം അവസാനിക്കാൻ, ആ രോഗം മാറുകയായിട്ട് വേറെ രോഗം വരിക എന്നുള്ള അർത്ഥത്തിലല്ല, രോഗം ഇല്ലാതാവാനാണ്. പക്ഷെ രോഗം ഇല്ലാതാവാനല്ല നമ്മുടെ ലക്ഷ്യം. ആ രോഗം ഇല്ലാതായതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട സ്വാസ്ഥ്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വസ്ഥതയാണ് മനുഷ്യന്റെ ചികിത്സയുടെ എല്ലാം പാരമ്യം എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ബിന്ദു. ഈ സ്വസ്ഥത തന്നെയാണ് എനിക്ക് കവിതയും തരുന്നത്. ഈ സ്വസ്ഥത തന്നെയാണ് എനിക്കൊരു നല്ല പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ചു മാറാവുന്ന, പരസ്പരം നമുക്ക് പറയില്ലേ, ടെന്നീസ് ഒക്കെ കളിക്കുന്ന പോലെ 2 കോർട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാവുന്ന അത്രയും സൗഹൃദമുള്ള ചിലതായിട്ട് എനിക്ക് തോന്നുകയാണ് ഈ ചികിത്സാ രീതി ആയാലും കവിതയായാലും. എനിക്ക് 2 പേരെ ഓർമ്മ വരികയാണ് ഇപ്പൊ. ഒന്ന് നമ്മുടെ VS രാമചന്ദ്രൻ എന്ന് പറയുന്ന ന്യൂറോ സയന്റിസ്റ്റ്, വിശ്വപ്രസിദ്ധനായിട്ടുള്ള ന്യൂറോ സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. ദക്ഷിണേന്ത്യക്കാരനാണ്, അമേരിക്കയിലാണ് ഇപ്പോഴും ഗവേഷണമൊക്കെ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് പേർ ഗവേഷണം നടത്തുന്നു. നൊബേൽ സമ്മാനമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു ന്യൂറോ സയന്റിസ്റ്റ് ആണ്. ഈ ഫാൻഡം ഇഫക്റ്റിനൊക്കെ അതിനുള്ള ഡിവൈസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഈ അദ്ദേഹത്തിന്റെ എന്താണ് 2 പുസ്തകമുണ്ട്. അതില് മസ്തിഷ്കം കഥ പറയുന്നു എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ഒരു പുസ്തകമുണ്ട്. തലച്ചോറിന്റെ കഥ. ന്യൂറോ സയൻസ് ആണല്ലോ അദ്ദേഹത്തിന്റെ വിഷയം. പക്ഷെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം, ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ ഓരോ അധ്യായവും തുടങ്ങുമ്പോഴൊക്കെ അതൊക്കെ അതിന് അദ്ദേഹം ആമുഖമായിട്ട് കൊടുക്കുന്നത്, അതുപോലെ അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഷേക്സ്പിയറിനെ കുറിച്ചും കവിതകളെ കുറിച്ചും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ കവിത എന്ന് പറയുന്നത്, ഇപ്പോൾ ലോകപ്രസിദ്ധനായിട്ടുള്ള ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഐൻസ്റ്റീൻ പോലും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളുടെ ഒരു സമാഹാരമായി അടുത്ത് ഞാൻ വായിക്കുകയുണ്ടായി. ചെറിയൊരു പുസ്തകം, ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള ഒരു പുസ്തകം. അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ ഈ പല സിദ്ധാന്തങ്ങളും, പ്രത്യേകിച്ച് ആപേക്ഷിക സിദ്ധാന്തമൊക്കെ അദ്ദേഹം ഇങ്ങനെ വളരെ രസകരമായിട്ട് അതിനെക്കുറിച്ചൊക്കെ എഴുതുന്നുണ്ട്, അതിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആപേക്ഷിക സിദ്ധാന്തമൊക്കെ നമുക്ക് ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള തിയറിയാണ്, ഈ സ്വയം സ്ക്വയർ ഒക്കെ. പക്ഷെ അദ്ദേഹം വളരെ രസകരമായിട്ട് അതിനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യെ ഒരു വിളക്കിന് മേൽ പിടിക്കുക, കത്തിച്ച വിളക്കിന് മേൽ പിടിക്കുക, നാളത്തിന് മേൽ പിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു നിമിഷം ഒരു മണിക്കൂറായിട്ട് തോന്നും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കാമുകിയുടെയോ കാമുകന്റെയോ അടുത്ത് ഒരു മണിക്കൂർ ഇരിക്കുക, നിങ്ങൾക്കതൊരു നിമിഷമായിട്ട് തോന്നും. ഇതാണ് ആപേക്ഷികത എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുന്നവർ, ഒരാൾ പ്രണയത്തിൽ വീഴുമ്പോൾ ആ വീഴ്ചയ്ക്ക് ഗുരുത്വാകർഷണ ബലത്തിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഒരാൾ പ്രണയത്തിൽ വീഴുന്നതിൽ ഗുരുത്വാകർഷണ ബലത്തിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞത് ഐൻസ്റ്റീൻ ആണ്. ന്യൂട്ടന്റെ തിയറി വെച്ചുകൊണ്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു വാക്യമാണത്. ഇങ്ങനെ പറയാൻ സാധിക്കുക, കവിതയുടെ ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കുക, മെറ്റഫർ ഉപയോഗിക്കുക, ഇമേജറി ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ചവരാണ് ഐൻസ്റ്റീനെ പോലെ ന്യൂട്ടനെ പോലെയൊക്കെയുള്ള എഴുത്തുകാർ, ശാസ്ത്രജ്ഞന്മാർ. ഞാൻ കണ്ടിട്ടുള്ള
ഡോക്ടർമാരൊക്കെ ഇപ്പം ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടല്ലോ, ഞാൻ അതിന്റെ പിന്നെ മരണത്തെ അഭിമുഖം കണ്ട, അതിന്റെ പേര് പെട്ടെന്ന് എനിക്ക് മറന്നുപോയി. പുസ്തകമൊക്കെ ഇവിടെ ഉണ്ട്. വെൻ ബ്രെത്ത് ബിക്കംസ് എയർ എന്ന് പറയുന്ന പുസ്തകം. ഡോക്ടറുടെ പേര് എന്നോട് പെട്ടെന്ന് മറന്നു പോകുന്നു, വായിച്ച പുസ്തകമായിട്ട്. വെൻ ബ്രെത്ത് ബിക്കംസ് എയർ എന്ന് പറയുന്ന, വെൻ ബ്രെത്ത് ബിക്കംസ് എയർ, ശ്വാസം കാറ്റായി മാറുമ്പോൾ. അതൊരു കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു വരിയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് ഇട്ടിരിക്കുന്ന പേര്. അദ്ദേഹം അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയൊക്കെ ഡോക്ടറായിരുന്നു. വലിയ ഡോക്ടർ ആണ് അദ്ദേഹം. അദ്ദേഹം സയൻസും മെഡിക്കൽ സയൻസും പഠിച്ചു, അതിലൂടെ ലിറ്ററേച്ചറും പഠിച്ചു. ഇതിന്റെ ആഗ്രഹം വില്യം ബ്ലേക്കിന്റെ ഒക്കെ വലിയ ആരാധകനാണ്. കുറച്ചു കാലത്തേക്ക് ഡോക്ടറായിട്ട്, അവിടെ പ്രസിദ്ധനായ ഡോക്ടറാണ്. സാൻ ഫ്രാൻസിസ്കോയിലോ മറ്റുള്ള മെഡിക്കൽ കോളേജിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ബ്രെയിൻ സർജനാണ്. അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം കുറെ കാലം ഇങ്ങനെ ഡോക്ടറായിട്ട് ജീവിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ വായനയും എഴുത്തൊക്കെ ആയിട്ട് ജീവിക്കുക, അങ്ങനെ ഒരു ജീവിതമൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ ശ്വാസകോശ അർബുദമാണെന്ന് മനസ്സിലാവും. പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടാവും. അർബുദമാണെന്ന് തിരിച്ചറിയുന്നതും അതിന്റെ 4ാമത്തെ സ്റ്റേജിൽ എത്തിയിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാകുന്നത്. അങ്ങനെ അദ്ദേഹം ഓപ്പറേഷൻ ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ, ശസ്ത്രക്രിയാ വിദഗ്ധനായി പ്രവർത്തിച്ച ഹോസ്പിറ്റലിലെ ഒരു മുറിയിൽ അദ്ദേഹം രോഗിയായിട്ട് കിടക്കുന്നു. ഒരിക്കൽ ഡോക്ടറോട് അദ്ദേഹം ചോദിക്കുന്നത്, എനിക്ക് ഇനി എത്ര ദിവസമുണ്ട്? 4ാമത്തെ സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ റിക്കവറി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. 6 മാസം ഉണ്ടെങ്കിൽ ഞാനിനി ഡോക്ടറെ ജോലി ചെയ്യുന്നില്ല, എനിക്ക് കുടുംബത്തോടൊപ്പം കഴിയണം. അതിൽ കൂടുതലുണ്ടെങ്കിൽ എനിക്കൊരു പുസ്തകം എഴുതണം എന്ന് പറയുന്നുണ്ട്. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം പുസ്തകം എഴുതാൻ തുടങ്ങുന്നു. 1 വർഷം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അങ്ങനെ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഈ വെൻ ബ്രെത്ത് ബിക്കംസ് എയർ എന്നുള്ളത്. പക്ഷെ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം പകർന്നിട്ടുള്ള അനുഭവം, ഇപ്പൊ ബ്രെയിൻ സർജറി എന്ന് പറയുന്നത് ഒരു പക്ഷേ അപൂർവമായിട്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ഒരു സർജറിയാണ്. വളരെ റിസ്ക് ഉള്ളൊരു. പക്ഷെ ഇദ്ദേഹത്തിന്റെ കൈവിരുത് കൊണ്ടും അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ട് പ്രതിഭ കൊണ്ടും, ഡോക്ടർമാരൊക്കെ ആവുന്നത് പ്രതിഭ കൊണ്ടാണ് യഥാർത്ഥത്തിൽ. ഒരുപാട് പേര് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും അവര് സന്തോഷത്തിന്റെ നിറകണ്ണുമായി തന്റെ മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള സന്തോഷത്തിന് യാതൊരു അതിരില്ല. കാരണം തന്റെ ജീവിതം മുഴുവൻ അദ്ദേഹം രാത്രി പകലൊക്കെ ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് ദാമ്പത്യമൊക്കെ വലിയ തകർച്ചയുടെ ഘട്ടത്തിലെത്തുകയും ഭാര്യ വിട്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഫലം ഈ രോഗികളുടെ കണ്ണിൽ ഈ ചിരി കാണുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അദ്ദേഹം പറയും, എന്നാൽ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത് അത് ആ സന്ദർഭത്തിലല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കവിതകൾ വായിക്കുമ്പോഴാണ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വില്യം ബ്ലേക്കിന്റെ ഒരു ആരാധകനാണ് അദ്ദേഹം. അതുപോലെയുള്ള കവിതകളുണ്ട്. അപ്പൊ ഈ കവിത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്നത്, അത് ജീവിതത്തിന് ബാഹ്യമായ ഒന്നാണോ? അല്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ സമഗ്രതയിൽ ഒരുപക്ഷെ നമ്മുടെ ജൈവിക സത്തയുടെ ഭാഗമായിട്ട് നമ്മുടെ ഒരു അവയവം പോലെയോ നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലെയോ ഒക്കെ ഉള്ള പലതരത്തിലുള്ള നമ്മുടെ ഫാക്കൽറ്റിയുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു സാധനമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്ക് കവിതയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. മാധവ മാഷിന്റെ അനുഭവം തന്നെയായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. എഴുതുന്ന ഓരോരുത്തരുടെ അനുഭവം അതായിരിക്കും, വായനക്കാരുടെ അനുഭവം അതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കാലത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, വ്യക്തിയെ കുറച്ചുകൂടി അവരുടെ വളരെ ബോഡി സെന്റേർഡ് ആയിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നത് പോലെ വെറും ശരീര കേന്ദ്രിതമായ ബോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി, അതിൽ നിന്ന് മോചിപ്പിച്ച് ആ ശരീരത്തിനകത്തുള്ള മനസ്സിനെയും ആത്മാവിനെയും കുറച്ചുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ ഉണർത്തി, അതിനെ ബലപ്പെടുത്തി, അതിന് ഭക്ഷണം കൊടുത്ത്, അതിന് മരുന്നും കൊടുത്ത്. അപ്പൊ ആത്മാവിനൊക്കെ മരുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് പ്രബലമാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ രോഗാവസ്ഥകളിൽ നിന്നൊക്കെ വലിയൊരളവോളം രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്പൊ ധാരാളം പേര് കവിത എഴുതുമ്പോൾ ചിലർ പറയാറുണ്ട്, ഇതൊക്കെ വലിയ അബദ്ധമാണ്, ഭാഷ നശിച്ചു പോകും, കവിത നശിച്ചു പോകും എന്നൊക്കെ പറയാറുണ്ട്.
ഞാൻ പറയാ അവരെഴുതിക്കോട്ടെ, ഏതോ തരത്തിലുള്ള ഒരു ദുഃഖം മറക്കാൻ, ഏതോ തരത്തിലുള്ള മാനസികമായ ഒരു സംഘർഷത്തിന് അയവുണ്ടാകാൻ, അവനവനെ തന്നെ മോചിപ്പിക്കണമെന്ന് തോന്നുന്ന ഏതോ ഒരു സന്ദർഭത്തിന്റെ അതിന്റെ ഒരു ഉരാക്കുടുക്കിൽ പെട്ടുകിടക്കുന്ന ഒരാള് ഭാഷ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കർമ്മമാണ് ആ എഴുത്ത്. അത് അയാളെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം കൂടിയാണ്. നിങ്ങൾ കവിതയുടെ എല്ലാ ലക്ഷണങ്ങളും വെച്ചിട്ട് ഇത് കവിതയാണോ അല്ലയോ എന്നൊക്കെ അതിനെ പരിശോധിച്ച്, നിരൂപണത്തിന്റെ പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അതിനെ പരിശോധിച്ച് ഈ മേലിൽ ഇതുപോലെ എഴുതരുത് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അത്രയും എളുപ്പമല്ല അയാൾക്ക് അത് എഴുതുന്നയാൾക്ക് അത്. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ പേർ കവിതയിലേക്ക് വരട്ടെ, വായനയിലേക്ക് വരട്ടെ, പുസ്തകമൊക്കെ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആലോചനകളിലും ഉണർവുകളിലും അവർ താമസിക്കട്ടെ. അത് കൂടി ആണ് ഇനിയുള്ള കാലത്തെ ചികിത്സ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹോമിയോപ്പതിക്ക് ഇതുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് വേറൊരു സന്ദർഭത്തിൽ ഒരുപക്ഷെ ആലോചിക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നും എനിക്കറിയാം. എനിക്കറിയുന്ന എത്രയോ ഡോക്ടർമാർ നല്ല വായനക്കാരാണ്, നല്ല നന്നായിട്ട് വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന എത്രയോ ഡോക്ടർമാർ എനിക്കറിയാം. അത് ഇഷ്ടപ്പെടുന്ന എത്രയോ പേരെ എനിക്കറിയാം. അത് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകളെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇതൊരു അന്യമായ ഒരു വിഷയമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ മനസ്സ അതുകൊണ്ട് ബഷീറിന് ഭ്രാന്ത് വരുമായിരുന്നല്ലോ ഇടയ്ക്കിടയ്ക്ക്. ബഷീറിനെ തൃശ്ശൂരിലുള്ള ഒരു ആയുർവേദ സാനിറ്റോറിയത്തിലായിരുന്നു താമസിപ്പിക്കാറുണ്ടായിരുന്നു ഭ്രാന്ത് വരുമ്പോൾ. അപ്പൊ അദ്ദേഹത്തിന് സുഹൃത്തുക്കളായിട്ട് കുറെ ഭ്രാന്തന്മാർ അവിടെ ഉണ്ടായിരുന്നതായിട്ട് ബഷീർ പറയുന്നത്. ഒന്ന്, ഒരു ഭ്രാന്തൻ വിചാരിച്ചിരുന്നത് ബഷീർ ശങ്കരാചാര്യരുടെ അവതാരമാണെന്നാണ്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബഷീർ പോകുന്നിടത്തൊക്കെ പുണ്യാഹം തളിച്ച് ശുദ്ധമാക്കിയിട്ട് അയാൾ വിടുള്ളൂ. അപ്പൊ ബഷീർ പോകുന്നിടത്തൊക്കെ ഇയാൾ കൂടെ പോകും. മുന്നിൽ ചാടി വീണ ആ വഴിയൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. വേറൊരു ഭ്രാന്തൻ ഒരു ആനയെ വിഴുങ്ങണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ഭ്രാന്തനായിരുന്നു. ബഷീർ ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ ഭ്രാന്തൻ പറഞ്ഞു അതായാലും മതി. ഇങ്ങനെ കുറെ തമാശകൾ ബഷീർ പറയുന്നുണ്ട് ആ ഭ്രാന്താശുപത്രിയിലെ അനുഭവം. അവിടെ വെച്ചാണ് ബഷീർ പാത്തുമ്മയുടെ ആട എഴുതുന്നത്, ഭ്രാന്താശുപത്രിയിൽ വെച്ചിട്ട്. നോർമൽ ആയിരുന്ന സമയത്ത് അദ്ദേഹം എഴുതിയ കൃതികളെല്ലാം അദ്ദേഹം പല തവണ വെട്ടിത്തിരുത്തുകയും പേജുകൾ വെട്ടിക്കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. എന്നാൽ ഭ്രാന്തുള്ളപ്പോൾ എഴുതിയ ഈ പുസ്തകം മാത്രം ഒരു വരിയും വെട്ടാതെയാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസായിട്ട് അറിയപ്പെടുന്നതും ആ കൃതിയാണ്. അപ്പൊ നോർമൽസി എന്ന് പറയുന്നത്, നോർമൽ ആയിട്ട് ഒരാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്നത് തന്നെയാണോ അബ്നോർമാലിറ്റി? അബ്നോർമലായിരുന്ന ഒരാൾ എഴുതിയ കൃതി ഒരു എഡിറ്റിംഗ് വരുത്താതെ പ്രസിദ്ധീകരിക്കുകയും അത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആവുകയും ചെയ്യുക. നോർമലായിരിക്കുന്ന ഒരാള് എഴുതിയ കൃതികള് അതിന് അങ്ങനെ അല്ലാതെ ആയിത്തീരുക. അപ്പൊ ഇതൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. പാത്തുമ്മയുടെ ആടിനെ കുറിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിരൂപണം വി രാജകൃഷ്ണന്റേതാണ്, പ്രൊഫസർ വി രാജകൃഷ്ണൻ. അത് രോഗവും സാഹിത്യഭാവനയും സംബന്ധിച്ചിട്ടുള്ള ഒരു ആലോചനയിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. ഓരോ സാഹിത്യത്തിന് ഓരോ രോഗമുണ്ടല്ലോ. ഇപ്പം റൊമാൻറ്റിക് കാലഘട്ടത്തിന്റെ രോഗമായിരുന്നു ക്ഷയം. റൊമാൻറ്റിക് കവികളൊക്കെ ക്ഷയം വന്ന് മരിച്ചിട്ടില്ലെങ്കിൽ ക്ഷയം വന്നില്ലെങ്കിൽ എന്തോ ഒരു കുറവ് സംഭവിച്ചു എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. അക്കാലത്തെ കവികളൊക്കെ ക്ഷയം വന്നിട്ട്, അത് ചങ്ങമ്പുഴയും ക്ഷയം വന്നിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ ഓരോ കാലത്ത് ഓരോ രോഗമുണ്ട്. ഒ വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ വസൂരിയാണ് രോഗം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമാണ് ആ രോഗത്തിന്. പാത്തുമ്മയുടെ ആടില് ഈ രോഗാവസ്ഥയുടെ സംക്രമണത്തിന്റെ സൂചനയുണ്ടെന്നാണ് രാജകൃഷ്ണൻ പറയുന്നത്. രണ്ട് നിറങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് ചാമ്പക്കയുടെ ചുവപ്പും പാത്തുമ്മയുടെ ആടിന്റെ പാലിന്റെ വെണ്മയും. ഈ രണ്ട് നിറത്തെയും വെച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറയാൻ ശ്രമിക്കുന്നത്. പാത്തുമ്മയുടെ ആടിലുള്ള ഈ ചാമ്പക്കയുടെ നിറം എന്ന് പറയുന്നത് ചുവപ്പ്. ആ ചുവപ്പ് ബഷീറിന്റെ ഉന്മാദത്തിന്റെ നിറമാണ്. ഈ ഉന്മാദം പോയിട്ട് ശാന്തിയുടെ നിറമായ വെണ്മയായിട്ട് പരിണമിക്കുന്നതിന്റെ ആ പരിണാമ കാലമാണ് പാത്തുമ്മയുടെ ആടിലെ കാലം എന്ന് അദ്ദേഹം പറയുന്നത്. അത് രസകരമായിട്ടുള്ള റീഡിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ രോഗവും സാഹിത്യഭാവനയും ഒക്കെ തമ്മിലുള്ള അനേകം പഠനങ്ങളും ചിന്തകളും ഒക്കെ നടക്കുന്ന ഒരു കാലത്ത് അത്തരത്തിലുള്ള ബന്ധങ്ങൾ, ഇപ്പോൾ
സാധാരണ കലാകാരന്മാരുടെയും കവികളുടെയൊക്കെ ബ്രെയിനിനെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ളവർ പറയുന്നത് എഴുതുന്ന സമയത്ത് സ്കിസോഫ്രീനിക് ആയിട്ടുള്ള ഒരു രോഗിയുടെ മാനസികാവസ്ഥയോട് തുല്യമായ അവസ്ഥയിൽ അവർ എത്തിച്ചേരുന്നു. അതുപോലെ സാധാരണക്കാരുടെ 10 20 ഇരട്ടി അബ്നോർമൽ എന്ന് തോന്നാവുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ കലാകാരന്മാരിലും എഴുത്തുകാരിലും ഒക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ വരുന്നുണ്ട്. ഒക്കെ രസകരമായ വിഷയങ്ങളാണ്. ഏതായാലും നിങ്ങളോട് ഒന്നിച്ച് ഇങ്ങനെ ചിതറിയ ചില ചിന്തകൾ സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. സമയം ഒരുപാടായി എന്ന് എനിക്ക് തോന്നുന്നു. സമയം ഉണ്ടെങ്കിൽ 2-3 കവിതകൾ വായിക്കാം. ഞാൻ വിചാരിച്ചിരുന്നത് സംസാരിക്കാതെ കവിത വായിക്കാമെന്നായിരുന്നു. പക്ഷെ പറഞ്ഞ് കുറേ സമയം പോയി. ക്ഷമിക്കുക. ഒരു 10 മിനിറ്റ് ഉണ്ട് സാറിന് സന്തോഷം. അപ്പോ കവിതകൾ വായിക്കാം. ആദ്യം വായിക്കുന്ന കവിത ആശുപത്രിക്ക് മുന്നിലെ നടപ്പാതയിൽ. ഇതൊരൊറ്റ വരിയാണ് ആദ്യം മുതൽ അവസാനം വരെ. അതുകൊണ്ട് നിർത്താതെ വായിച്ചാലേ എനിക്കത് ശരിയാവുള്ളൂ. ഒറ്റ വരിയാണ്. അതൊരു പരീക്ഷണമായിരുന്നു ആ രൂപം. കവിതയില് 10-40 വരിയുണ്ട്, പക്ഷെ അതൊരൊറ്റ സെന്റൻസ് ആണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ആശുപത്രിക്ക് മുന്നിലെ നടപ്പാതയിൽ നിവർത്തിവെച്ച കുടയ്ക്ക് കീഴിൽ കുട്ടിയുടുപ്പ്, ബേബി സോപ്പ്, ചെറിയ തോർത്തുമുണ്ട് വിറ്റ് ജീവിതത്തിന്റെ രണ്ടറ്റവും വലിച്ചൊപ്പിക്കാനാവാതെ കുഞ്ഞുങ്ങളെ പുതപ്പിക്കാനുള്ള വെള്ളത്തുണി, മൂക്കിൽ വെക്കുന്ന പഞ്ഞി, അതിലിറ്റിക്കും സുഗന്ധദ്രവ്യം, ആംബുലൻസിന്റെ നമ്പറുള്ള ചെറിയ ടെലിഫോൺ ബുക്ക് എന്നിവ കൂടി നിരത്തി വെച്ച് അങ്ങനെ കഴിയുമ്പോൾ കാലത്ത് കുട്ടിയുടുപ്പ് വാങ്ങിപ്പോയ ആൾ തന്നെ ഉച്ച കഴിഞ്ഞ് വെള്ളത്തുണിക്കും വരുന്നത് കണ്ട് അന്താളിച്ച് ജീവിതത്തിന്റെ രണ്ടറ്റവും വലിച്ചൊപ്പിക്കേണ്ട കാര്യം ഓർമ്മ വന്നപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഓരോ കളികൾ എന്ന് സമാധാനിച്ച് പഞ്ഞി എടുക്കുന്നു, സുഗന്ധദ്രവ്യം വെക്കുന്നു, വെള്ളത്തുണി മുറിക്കുന്നു, മുറിച്ചപ്പോൾ ബാക്കി വന്ന വെള്ളത്തുണിയുടെ കട്ട് പീസ് വെറുതെ കൊടുക്കുന്നു. പിന്നെ കുഞ്ഞുങ്ങളെ സ്വർഗത്തിൽ കടത്താൻ ദൈവത്തോട് പറയുന്ന പ്രാർത്ഥന ആരും കേൾക്കാതെ ഉരുവിടുന്നു അയാൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ആശുപത്രിക്ക് മുന്നിലെ നടപ്പാതയിൽ. അത് ഞാൻ കണ്ട ഒരു ദൃശ്യത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു കവിതയാണ്. കോഴിക്കോട് കോട്ടപ്പറമ്പ് ആശുപത്രിയാണ് ഈ കവിത എഴുതാൻ എനിക്ക് ഇടയാക്കിയ ഒരു ആശുപത്രി. ഇനി മലബാർ എക്സ്പ്രസ്. ഈ തിരുവനന്തപുരത്ത് നിന്ന് ഇടയ്ക്ക് ട്രെയിൻ കയറുമ്പോൾ നീണ്ട യാത്രയാണല്ലോ, അപ്പോൾ നമ്മൾ പരിചയപ്പെടും പലരുമായിട്ട്. പരിചയപ്പെടുമ്പോൾ മിക്കവാറും ആളുകൾ കീമോ കഴിഞ്ഞ് വരുന്നവർ, അല്ലെങ്കിൽ ഡേറ്റ് കിട്ടാഞ്ഞിട്ട് മടങ്ങുന്നവര്, എല്ലാവരും രോഗികൾ, അവരെ ബന്ധുക്കളും. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു ആംബുലൻസിലാണല്ലോ ഞാൻ ഇരിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കില്ല എല്ലാ കമ്പാർട്ട്മെന്റിലും, ഏറെക്കുറെ അങ്ങനെ ആയിരിക്കും. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ കവിത ഉണ്ടായത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് വലിയ ഒച്ചപ്പാടില്ലാതെ ചിലർ കയറും. റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്നോ ശ്രീചിത്തിരയിൽ നിന്നോ മടങ്ങുന്നവരാണ്. കൊയിലാണ്ടി നിന്നോ തലശ്ശേരി നിന്നോ ആരുടെയെങ്കിലും വിരലുകൾ പിടിച്ച് ചിലർ കയറും. മംഗലാപുരം ക്യാൻസർ ആശുപത്രിയിലേക്കോ മണിപ്പാലിലേക്കോ പോകുന്നവർ. എനിക്കും സുഖമില്ല, മനസ്സിന് സുഖമില്ലാത്തതിനാൽ മൂകാംബികയ്ക്ക് പോകുന്ന സുഹൃത്താണ് കൂടെ. എങ്കിലും കൈനീട്ടുന്ന അമ്മയുടെ ഒക്കത്തെ കുഞ്ഞിന്റെ ചിരി, ഹാർമോണിയവുമായി വരുന്ന ചിതറിയ മുടിയുള്ള പെൺകുട്ടിയുടെ ഉറക്കെയുള്ള പാട്ട്, പുറത്തേക്ക് നോക്കിയുള്ള സ്കൂൾ കുട്ടികളുടെ നിലയ്ക്കാത്ത കൈവീശൽ, അങ്ങനെ ചിലത് അനേകം മുറികളുള്ള ആ നീണ്ട ആംബുലൻസിനെ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരം മംഗലാപുരം മലബാർ എക്സ്പ്രസ് എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്.
അങ്ങനെ ചിലത്. എങ്കിലും കൈനീട്ടുന്ന അമ്മയുടെ ഒക്കത്തെ കുഞ്ഞിന്റെ ചിരി, ഹാർമോണിയവുമായി വരുന്ന ചിതറിയ മുടിയുള്ള പെൺകുട്ടിയുടെ ഉറക്കെയുള്ള പാട്ട്, പുറത്തേക്ക് നോക്കിയുള്ള സ്കൂൾ കുട്ടികളുടെ നിലയ്ക്കാത്ത കൈവീശൽ, അങ്ങനെ ചിലത് അനേകം മുറികളുള്ള ആ നീണ്ട ആംബുലൻസിനെ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരം മംഗലാപുരം മലബാർ എക്സ്പ്രസ് എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. കേരളം മുഴുവൻ ഒരു ആശുപത്രിയായി മാറിയ കാലത്ത് ആണ് ഞാൻ ഈ കവിത വായിക്കുന്നത്. അന്ന് എനിക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞത് ഒരു തീവണ്ടി മുഴുവൻ ഒരു ആംബുലൻസ് ആണ് എന്നാണ്. കവിത അവിടെ നിന്ന് യാഥാർത്ഥ്യം അതിൽ നിന്നും എത്രയോ മുന്നോട്ട് പോയി. പിഴപ്പ്. നീന്തുമ്പോൾ പൊന്മയും മീൻ, നീന്തുമ്പോൾ പൊന്മയും മീൻ, കുതിക്കുമ്പോഴും നദി കടക്കുമ്പോഴും പുലി പറവയോ മീനോ, കുതിക്കുമ്പോഴും നദി കടക്കുമ്പോഴും പുലി പറവയോ മീനോ, തലയുയർത്തി നിൽക്കുമ്പോഴെങ്കിലും പാമ്പ് മാത്രമല്ല, തലയുയർത്തി നിൽക്കുമ്പോഴെങ്കിലും പാമ്പ് മാത്രമല്ല. എൻ്റെ കുതിപ്പുകൾക്ക് കണക്കില്ല. ഉഭയജീവിയായി എത്ര പിഴച്ചു, എത്ര മലക്കം മറിഞ്ഞു, ഇഴഞ്ഞു, മനുഷ്യനെങ്കിലും ആകാൻ കഴിഞ്ഞില്ല ഇനിയും. എൻ്റെ കുതിപ്പുകൾക്ക് കണക്കില്ല. ഉഭയജീവിയായി എത്ര പിഴച്ചു, എത്ര മലക്കം മറിഞ്ഞു, ഇഴഞ്ഞു, മനുഷ്യനെങ്കിലും ആകാൻ കഴിഞ്ഞില്ല ഇനിയും. നാട്ടിൽ നിന്നും മടങ്ങുമ്പോൾ ഒരു വയൽ തത്ത എൻ്റെ ഫോട്ടോ എടുക്കാമോ എന്ന് പിറകെ വന്നു. നാട്ടിൽ നിന്നും മടങ്ങുമ്പോൾ ഒരു വയൽ തത്ത എൻ്റെ ഫോട്ടോ എടുക്കാമോ എന്ന് പിറകെ വന്നു. എൻ്റെ പാട്ട് റിംഗ് ടോണായി കൊണ്ടുപോകുമോ എന്നൊരു കുയിൽ വഴിയരികിലെ മരത്തിൽ നിന്നും വിളിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു. എൻ്റെ പാട്ട് റിംഗ് ടോണായി കൊണ്ടുപോകുമോ എന്നൊരു കുയിൽ വഴിയരികിലെ മരത്തിൽ നിന്നും വിളിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു. ഇനിയത്തെ തവണ വരുമ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു കരച്ചിൽ അതിലുണ്ടായിരുന്നത് മാത്രം ഒരു ഫോണിലും പതിഞ്ഞില്ല. ഇനിയത്തെ തവണ വരുമ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു കരച്ചിൽ അതിലുണ്ടായിരുന്നത് മാത്രം ഒരു ഫോണിലും പതിഞ്ഞില്ല. ചിലതരം കവിതകൾ. മണിമുഴക്കത്തിൽ കവിത ഇല്ലായിരുന്നെങ്കിൽ അത് കേട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരില്ലായിരുന്നു. ഈ കവിത ജർമ്മൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട കവിതയാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് മാത്രമല്ല, ജർമ്മനിയുടെ ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഹൗസ് ഓഫ് പോയസി എന്ന് പറയുന്ന അവരുടെ കവിതയ്ക്ക് വേണ്ടി മാത്രമുള്ള ആ വകുപ്പിന് ലോകത്തുള്ള പല കവികളുടെയും ശബ്ദശേഖരത്തിന്റെ കൂട്ടത്തിൽ എൻ്റെ ശബ്ദമായിട്ട് ഈ കവിതയുടെ ശബ്ദമാണ്. ജർമ്മനിയിലെ അത് ജർമ്മൻ ട്രാൻസ്ലേഷനും ഞാൻ മലയാളത്തിൽ വായിക്കുന്നതായിട്ട് അത് അവരുടെ ശബ്ദശേഖരത്തിലുണ്ട്. അതുപോലെ സ്വിസ് റേഡിയോ ഇതിന്റെ ജർമ്മൻ പരിഭാഷ വിക്ഷേപണം ചെയ്യുകയുണ്ടായി. ആ സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ്. ചിലതരം കവിതകൾ. മണിമുഴക്കത്തിൽ കവിത ഇല്ലായിരുന്നുവെങ്കിൽ അത് കേട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരില്ലായിരുന്നു. മണിമുഴക്കത്തിൽ കവിത ഇല്ലായിരുന്നുവെങ്കിൽ അത് കേട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരില്ലായിരുന്നു. മീൻകൂക്കിയിൽ കവിത ഇല്ലായിരുന്നുവെങ്കിൽ അടുത്ത ദിവസവും അതേ നേരത്ത് നിങ്ങൾ അതിനെ കാത്തു നിൽക്കില്ലായിരുന്നു. പൂക്കൾ അതിന്റെ വിരിയലിനെ നാളേക്ക് മാറ്റിവെച്ചേനെ രാത്രിയിൽ കവിത ഇല്ലായിരുന്നുവെങ്കിൽ. പൂക്കൾ അതിന്റെ വിരിയലിനെ നാളേക്ക് മാറ്റിവെച്ചേനെ രാത്രിയിൽ കവിത ഇല്ലായിരുന്നെങ്കിൽ. എന്നാൽ സ്വയം കവിതയായി ചമഞ്ഞു നിൽക്കാറില്ല അവയൊന്നും. വ്യംഗ്യമോ ധ്വനിയോ ഇല്ല, അക്ഷരങ്ങളും കമ്മി. എന്നാൽ സ്വയം കവിതയായി ചമഞ്ഞു നിൽക്കാറില്ല അവയൊന്നും. വ്യംഗ്യമോ ധ്വനിയോ ഇല്ല, അക്ഷരങ്ങളും കമ്മി. മണിനാദത്തിലെ കവിത മണിനാദം തന്നെ, ഇരുട്ടിലെ കവിത ഇരുട്ട്, ഒട്ടും അധികമില്ല കുറവും. മണിനാദത്തിലെ കവിത മണിനാദം തന്നെ, ഇരുട്ടിലെ കവിത ഇരുട്ട്, ഒട്ടും അധികമില്ല കുറവും. താങ്ക് യു സർ. ഇനി ഷാജി സാർ കൈ ഉയർത്തിയിട്ടുണ്ട്. സാർ നമസ്കാരം. ഞാൻ ഇത് ശ്രദ്ധിക്കുമായിരുന്നു പ്രഭാഷണം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അപ്പൊ ഇന്നത്തെ പ്രഭാഷണം ഞാൻ കേൾക്കുമായിരുന്നു.
അപ്പോൾ എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. കവി വീരാൻകുട്ടിയുടെ പ്രഭാഷണം ഞാൻ കേൾക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് എനിക്ക് വളരെ പ്രസിദ്ധമായി തോന്നിയ ഒരു ഭാഗം, ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാനൊന്ന് എടുത്തു പറയാൻ വേണ്ടി കൈയുയർത്തിയതാണ്. അതിൻ്റെ അകത്ത് കവി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഭാഗം ശാസ്ത്രീയതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാനസികവും വൈകാരികവും ആത്മീയവുമായ തലങ്ങളെയും കൂടി ശാസ്ത്രീയമായി പരിഗണിച്ച് ശാസ്ത്രത്തിന്റെ അവബോധം ഉയർത്തേണ്ടതിന്റെ ആവശ്യകത സൂചിപ്പിച്ചതിനെ ഞാൻ എടുത്തു കാട്ടാൻ ഉദ്ദേശിക്കുകയാണ്. ആ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഭൗതികതയിൽ മാത്രം നിജപ്പെടുത്തി വരിക്കുന്ന ശാസ്ത്രം കൊണ്ട് ജീവിതമെന്ന ജീവനുള്ള ഒരു ജീവിയെ ശാസ്ത്രീയമായി പഠിക്കാൻ ഉതകാത്ത ഒരു കാലഘട്ടം വരേണ്ടിയിരിക്കുന്നു. അത് തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ആ തിരിച്ചറിവ് ഭാവിയിലെ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ കവിയുടെ ആ ഒരു ഭാഗത്തെ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. അത് വരും കാലത്തെ ശാസ്ത്ര മുന്നേറ്റങ്ങൾക്ക് വളരെ പ്രചോദനമാകേണ്ട ഒരു പുതിയ ശാസ്ത്ര യുഗപ്പിറവിക്ക് കാലം ആകേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അത് ഞാൻ ഇതുവരെ കാണാത്ത, കേൾക്കാത്ത, അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു കവി അത് പറഞ്ഞതിൽ എനിക്കത് വളരെ സന്തോഷം തോന്നി. ആ ഒരു കാര്യം എല്ലാ കേൾവിക്കാരുടെയും മറ്റ് പാർട്ടിസിപ്പൻസിന്റെയും ശ്രദ്ധയിലോട്ട് ഒന്നുകൂടി ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ കൈയുയർത്തിയത്. അത് വളരെ കാലിക പ്രസക്തിയുള്ള, സമൂഹത്തിന്റെ ഇന്നത്തെ ശാസ്ത്രലോകത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ചിന്തയാണെന്ന് എല്ലാവരുടെയും ശ്രദ്ധയിലോട്ട് വീണ്ടും പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം. നമ്മുടെ വേദിയിൽ വന്ന് നമുക്ക് വേണ്ടിയിട്ട് ഒരു കാവ്യലോകത്തിന്റെ ചർച്ചകൾ അല്ലെങ്കിൽ കലാരംഗത്തെ വിവിധ നുറുങ്ങുകൾ നമുക്ക് കൂട്ടിണക്കി പങ്കുവെച്ച് ഈ ഒരു അവസരമൊരുക്കിയതിന് നന്ദി. അതോടൊപ്പം തന്നെ ഇതിന് വേദിയൊരുക്കിയ രഞ്ജീവ് ഡോക്ടർക്കും ശ്രീ മാധവൻ പുറശ്ശേരി സാറിനും നന്ദി. ഞാൻ നന്ദി പറയാൻ വേണ്ടി പേഴ്സണലായിട്ട് നന്ദി പറയുന്നതാണ്. IFPHന്റെ പേരിൽ നന്ദി ഉണ്ടാവും. ഇത് വളരെ പ്രസിദ്ധമായിട്ട് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു സംഭവമായിട്ട് ഞാൻ കേട്ടതുകൊണ്ട്, അതൊരു കവിയിൽ നിന്ന് കേട്ടതുകൊണ്ട്, അതേ ചിന്തയിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അതിന്റെ പ്രസക്തി ഒന്നോടെ എടുത്തു പറയാൻ വേണ്ടി കൈയുയർത്തിയതാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഞാൻ രഞ്ജീവ് ഡോക്ടറെ വിളിക്കുന്നു നന്ദി പറയുന്നതിന് വേണ്ടി ഒഫീഷ്യലായി. കേൾക്കാമല്ലോ? കേൾക്കാം, പറഞ്ഞോളൂ സർ. നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കവി വീരാൻകുട്ടി അവർ മാധവൻ പുറശ്ശേരി മാഷ് വഴി നമുക്ക് ഇന്നത്തെ ഈ സന്ധ്യ, ഈ രാത്രിയിൽ ലഭിച്ചത് വളരെ ഏറെ സന്തോഷാത്മകമാണ്. ഇന്ന് ഞങ്ങൾ സാധാരണ നമ്മുടെ ഇതിനൊരു വിഷയം കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊരു വിഷയം നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോ ഈ പ്രഭാഷണം കഴിഞ്ഞപ്പോ എനിക്ക് ഇതിന് കൊടുക്കാൻ പറ്റിയൊരു പേര് കവിതയിലൂടെ നേടാനാവുന്ന സ്വാസ്ഥ്യം എന്നൊരു പേരാണ് ഞാൻ ഈ പ്രഭാഷണത്തിന് ഞാനായിട്ട് കൊടുക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വീരാൻകുട്ടി സാർ പറഞ്ഞ പോൾ കലാനിധിയായിരുന്നു മറ്റേ പുസ്തകം. അതിന് മലയാള പരിഭാഷ പ്രാണൻ വായുവിലലിയുമ്പോൾ എന്നൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങളുടെ ഹോമിയോപ്പതി കൂട്ടായ്മയോടൊപ്പം കവിതയുമായും അതുപോലെ തന്നെ ഹോമിയോപ്പതി പ്രചാരത്തിന് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് സമയം തന്നതിനും ഈ തിരക്കിനിടയിലും, പിന്നെ എല്ലാവരും ഇത്രയും സമയം ഇത് നല്ല, അതായത് നമുക്ക് ഡിഫറെന്റ് ഇത് വേണം. എന്നും നമ്മൾ അസുഖങ്ങളെ കുറിച്ചും എല്ലാം കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് വേണ്ടിയിട്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് കവിത, വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. അപ്പം ഇന്നത്തേക്ക് നമുക്ക് ഈ സെഷൻ ഇവിടെ നിർത്താം. ഗുഡ് നൈറ്റ്. നാളെ 9:30 കാണാം. നാളെ വേറൊരു സെഷനുമായിട്ട്. താങ്ക് യു. എൽദോ. Bye, sir.